ഈ ഹോട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് ജഗദീഷ് ഇവിടെ ഉണ്ട്. നസീറിന്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന പൈസയൊക്കെ അല്പം സൂക്ഷിച്ച് ചെലവാക്കുന്ന ആളാണ് എന്നെ പോലെ. എന്ന് വേണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാറുണ്ട്, കാരണം വരുന്ന ഫസ്റ്റ് ദിവസം ഡയലോഗ് കിട്ടുന്നത് കാരണം അവിടെ എനിക്ക് സിങ്കായ ഭയങ്കര. ഞാൻ സിനിമ വന്ന കാലം തൊട്ട് കഴിഞ്ഞ 25 കൊല്ലം ആഗ്രഹിച്ച് ഒരു ഡയലോഗിൽ കിട്ടണേ. ഇല്ല പറഞ്ഞു, സോറി. ഗുരുവായൂർ അമ്പലനാടിൽ നമ്മളൊരു പോപ്കോൺ സിനിമ തന്നെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തു. ഇത് ജയയുടെ റൂട്ടിലാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. ജയ പോയ റൂട്ടിലാണ് ഈ സിനിമ പോകുന്നത്. വാഴ ടീമാണ് നമ്മുടെ ഇവിടെ. വാഴ ടീം നമ്മൾ ചിരി വരുന്നില്ലേ? നോർമലി ഏതെങ്കിലും ഇന്റർവ്യൂവിന് പോയാൽ എല്ലാവരും ലേറ്റാ. ഇന്നാണെങ്കിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും സെറ്റാണ്. പ്രത്യേകിച്ച് ജഗദീഷേട്ടൻ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. എന്തെങ്ങനെ ജഗദീഷേട്ടൻ എപ്പോഴും നേരത്താണ്. ഈ ഹോട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് ജഗദീഷ് ഇവിടെ ഉണ്ട്. സാർ അത്രയ്ക്ക് കൃത്യനിഷ്ഠമുള്ള ആളാണ്. സെറ്റിൽ എങ്ങനെയാ? പിന്നെ എന്നെ എല്ലാവരും പൊക്കും ജഗദീഷേട്ടനോട് ഇരിക്കുന്നത്. നിങ്ങൾ പറയണോ? അതെ, ഞങ്ങളിന്ന് പറയാം. ജഗദീഷേട്ടൻ ഭയങ്കര കൃത്യസമയത്ത് വരെയും വിത്ത് മേക്കപ്പിലെത്തും. വളരെ ചിട്ടയുള്ള ആളാണ്. അപ്പൊ ഞങ്ങൾ അമേരിക്ക ഷോയ്ക്ക് പോയപ്പോൾ ഞാൻ 5 മണിക്ക് എല്ലാവരും ലോബിയിൽ നിന്ന് റിസപ്ഷനിൽ നിന്ന് വണ്ടി കയറണം. അപ്പൊ ഞാൻ കറക്റ്റ് എഴുന്നേറ്റ് 5 മണിക്ക് എത്തുമ്പോൾ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് എത്തുമ്പോൾ സാർ അവിടെ സെറ്റ് ചെയ്യുന്നു. സാർ എത്തി, എല്ലാവരും വന്നോ? സാർ 3 മണിക്കൂർ. അത്രയുള്ള കുഴപ്പം. അങ്ങനെയൊന്നും അല്ല, ഇവരാരും ലേറ്റ് അല്ല, ഞാൻ നേരത്തെ എത്തുന്നുള്ളൂ. ഇവരെല്ലാം ഓൺ ടൈം ആണ്. ജഗദീഷേട്ടൻ കാരണം ബുദ്ധിമുട്ടി വരാറുണ്ട്. ബൈചേട്ടൻ ജഗദീഷിന് ഒരു വണ്ടിയിലാണ് വന്നിട്ടുണ്ട് ഗുരുവായൂർ സമയത്ത്. അപ്പം ബൈചേട്ടൻ സ്വാഭാവികം ലേറ്റ് ആവും, ജഗദീഷേട്ടൻ നേരത്തെ ഇറങ്ങും. അപ്പൊ ജഗദീഷിനും ബൈചേട്ടൻ കൊണ്ടേ വരുള്ളൂ. അപ്പൊ പുള്ളിക്കാരനെ പിടിച്ചിറക്കി കൊണ്ടുവരും. അപ്പൊ ബൈചേട്ടൻ എപ്പോഴും വഴക്കാടും. അതെ അതെ അതെ, അതാണ് കറക്റ്റ്. അധ്യാപകനാകുമ്പോൾ നമ്മൾ സമയം പാലിക്കാൻ ശ്രമിക്കും, നമ്മളെ പഞ്ച്വാലിറ്റി എന്നുള്ളത്. പിന്നെ എനിക്കത് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കരിയറിന്റെ ബിഗിനിങ് തൊട്ട് നമ്മള് ലേറ്റ് ആയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലേറ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അതൊരു നിഷ്ഠയായിട്ട് അതെ അതെ അതെ. നമ്മൾ വാഴയിലേക്ക് വന്ന പേര് തന്നെ ഭയങ്കര രസമായിരുന്നു. ട്രെയിലർ ഇറങ്ങി അടിപൊളി. ഈ പറഞ്ഞ പോലെ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഈ വിപിൻ ഇപ്പൊ ഇതിൽ എഴുത്ത് റോളിലുള്ള ഒരു സിനിമയാണല്ലോ. ബാക്കി 2 സിനിമ സംവിധാനം കൂടി ചെയ്തു, ഇതിൽ എഴുത്ത് മാത്രമാണ്. എന്താ ഇതിന്റെ ഒരു തീം? ഇത് ജയക്ക് മുന്നേ എഴുതിയ സിനിമയാണ്. അപ്പൊ ജയ എഴുതിയത് വാഴ എഴുതിയതിനു ശേഷമാണ്. അപ്പൊ അതിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ജയ എഴുതിയത്. അത് മൊത്തം സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്ന ഒരു സർക്കാസ്റ്റിക് ഒരു ബയോപിക് എന്ന് തന്നെയാണ് അതിനകത്ത് പേര് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബയോപിക് ആണ് ആവറേജ് വുമൺ, ഇന്ത്യൻ വുമൺ ആയിട്ടിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇത് നമ്മൾ തിരിച്ച് ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടും തമാശകളാണ് ഈ സിനിമ. അപ്പം അത് ഫീമെയിൽ PV-യിലായിരുന്നു, ഇതിപ്പോ മെയിൽ PV-യിലുള്ള സിനിമയാണ്. അതാണ് രണ്ടും ഒരു കൾച്ചറിലുള്ള ഒരുപോലത്തെ സിനിമകളാണ്. അതെ അതെ അതെ. ഇതില് ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ റോൾ എന്തെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് ഈ സിനിമയിൽ ഞാനൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് നടത്തിയിട്ടുള്ളത്. ഒരു ആക്ടർ എന്ന നിലയിലല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഈ ടീമിനെ അഭിനന്ദിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് എഴുത്തുകാരനായ വിപിൻ ദാസ്, ദെൻ സംവിധായകൻ ആനന്ദ്, ഇതിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കോട്ടയം നസീർ, അസീസ്, നോബി തുടങ്ങിയ എല്ലാവരും. ഇത് ഞാൻ മാറി എന്ന് പറയാം, ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഞാൻ. പക്ഷേ അല്പം മാറി എന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ സൊസൈറ്റിക്ക് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇത് എന്റർടൈനർ അല്ല എന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് ചിരിക്കാൻ വകയുണ്ടാവും, രസിക്കാൻ വകയുണ്ടാവും. പക്ഷെ അതേ അവസരത്തിൽ ഇന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അത് സിനിമ എന്ന രീതിയിൽ തന്നെ കാണാൻ കഴിയും, അല്ലാതെ കുറെ ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതല്ല. പക്ഷെ ഇത് കാണുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറെ തിരിച്ചറിവുകൾ ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു സിനിമയെ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനുമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ റോൾ എന്തെന്നൊക്കെ ഷെമിൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. ബേസിൽ ജോസഫ് ഉണ്ട്, സ്പെഷ്യൽ അപ്പിയറൻസ് ആണ്. ഇവരൊക്കെയാണ് ഇതിലെ നടനായകത്വം വഹിക്കുന്നത്. അപ്പൊ ഇവരെ അഭിനന്ദിക്കാനും അങ്ങനെ പല റോളിൽ വരാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഈ ടോക്കില് അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രോഗ്രാമിൽ എന്താണ് എന്റെ റോൾ എന്ന് വെച്ചാൽ ഇവരെല്ലാം അഭിനന്ദിക്കലാണ്. ജഗദീഷ് ചേട്ടനും വളരെ ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനും ഈ കുറച്ച് ഈ ഒരു സിനാരിയോയിൽ ഇപ്പൊ നടക്കുന്ന ഈ സീസണിൽ ജഗദീഷ് ചേട്ടൻ ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആയിട്ട് മാറും. ഈ അസീസിക്കയുടെയും നോബിയുടെയും
ഞാൻ ഡബ് ചെയ്തിട്ട് സാറിനെ വിളിച്ച് ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് സാറിന്റെ ആക്ടിങ് എന്ന് തന്നെ പറയാം. അല്ല, അത് വിളിച്ചിരുന്നു, അസീസ് വിളിച്ചിരുന്നു. എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ വലിയ വീരവാദങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ നിങ്ങളുടെ എന്നുള്ളതല്ല, നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് രസകരമായി ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. ഇതിലെ നസീർക്കാണ് മറ്റേ ഒരു ടിപ്പിക്കൽ അച്ഛനാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു നമുക്കൊക്കെ ദേഷ്യം വരുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് ആണോ? ക്യാരക്ടർ സ്വന്തം ജീവിതമായിട്ട് അങ്ങനെ തന്നെയാണോ? അയ്യോ അല്ല, ഞാൻ എന്റെ മക്കളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്സിനെ പോലെ ഇടപെടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞാൻ മക്കളും. അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പിച്ച് നിന്ന് കൊടുക്കുന്ന ഒരാൾ തന്നെ. ഇത് അതുമായിട്ട് ഒരു ബന്ധമില്ല, ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല. നസീറിനെ വിവാഹ ദിവസം തൊട്ട് അല്ലേ, കല്യാണത്തിന് പോയി സജീവമായി പങ്കെടുത്ത ആളാണ് ഞാൻ. അപ്പൊ അവരുടെ ഫാമിലി ലൈഫ്, കുട്ടികളുടെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇപ്പോൾ ചേട്ടാ എങ്ങനെയാണ് നസീറിന്റെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ കിട്ടുന്ന പൈസയൊക്കെ അല്പം സൂക്ഷിച്ച് ചെലവാക്കുന്ന ആളാണ് എന്നെ പോലെ. എന്ന് വേണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് പറയാം. വേണമെങ്കിൽ വേറൊന്നുമില്ല, അനാവശ്യമായിട്ട് ഞങ്ങൾ ചെലവാക്കാറില്ല. അല്ല, നമുക്ക് ജീവിക്കാൻ ചെലവ് കുറവാ, മറ്റുള്ളവരെ കാണിച്ച് ജീവിക്കാനാ ചെലവ് കൂടുതൽ. അനാവശ്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു, ഞങ്ങൾ ഒരുപാട് ഷോസിന് പോയിട്ടുണ്ടല്ലോ, നമ്മൾ വേവ് ലെങ്ത് കറക്റ്റ് ആണ്. നമ്മളിപ്പോ അനാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് കറങ്ങാനോ അല്ലെങ്കിൽ ആർഭാടം കാണിക്കാൻ വേണ്ടിയോ ഒന്നും നമ്മൾ പോകാറില്ല. അപ്പൊ അതുകൊണ്ട് വേവ് ലെങ്ത് കറക്റ്റ് ആണ്. അപ്പൊ നസീറിന്റെ ഒരു ചിത്രകലയിലുള്ള വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞത് എത്രയോ ലേറ്റ് ആയിട്ടാണ്. പക്ഷെ എനിക്ക് തുടക്കകാലം മുതൽ നസീർ വരയ്ക്കുന്നതും, നസീർ എൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിലും എന്റെ മനസ്സിന് ഒരു വിഷമമില്ല ചേട്ടാ, ഞാൻ ഒരു പടം വരയ്ക്കും. കോവിഡ് സമയത്ത് ഓരോ ദിവസം വരച്ച ആളാണ്. അല്ല, അതിനു മുമ്പൊക്കെ വളരെ മുമ്പേ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫൈൻ ആർട്സ് സ്കൂളിൽ നിന്ന് പാസ്സായ ഒരാളാണെന്ന് സിനിമയിൽ പ്രേക്ഷകർക്ക് അധികം അറിയില്ലായിരുന്നു. അപ്പൊ അതെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാനൊരു പടം വരയ്ക്കും. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അതാണ് വേണ്ടത് നസീറെ. കാരണം നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ എന്താണെങ്കിലും ഏത് അവസരത്തിലും നമ്മൾ ജീവിക്കുക എന്നുള്ള ആ നസീറിന്റെ ആ അപ്രോച്ച് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താ ഇതിലെ ക്യാരക്ടർ, എന്താ പ്രത്യേകത? എന്താ ഇതിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾ തന്നെയാണ്. ബാക്കി സിനിമ കാണുമ്പോ അല്ലേ, കഥാപാത്രത്തിലോട്ട് കയറുമ്പോ എല്ലാവരും ബാക്കി അതുകൊണ്ടല്ല, കാണുന്നൊരു ഫ്രഷ്നസ് കളയണ്ട എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അസീസ് ഖാന്റെ ലുക്ക് ഉണ്ടല്ലോ ഗംഭീരായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മൾ സ്ക്രീനിൽ കാണാത്തൊരു ലുക്കാണ്. അസലായിട്ടുണ്ട്. ക്യാരക്ടർ എന്താ? ഞാൻ സിജു സണ്ണിയുടെ അച്ഛനായിരുന്നു. സാധാരണ നമ്മൾ ടിപ്പിക്കൽ മലയാളി അച്ഛനാണോ അല്ലെങ്കിൽ പിള്ളേർക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന അച്ഛനാണോ? അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം വലിയ പ്രശ്നമില്ലാത്തൊരു അച്ഛനാണ്. ആണ്. വിമൻ ചേട്ടാ, ഇതിപ്പം കേൾക്കുമ്പോൾ നമുക്കൊരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് സ്ത്രീ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ആൺകുട്ടികളുടെ വിഷയം നമ്മൾ ആലോചിക്കാറുണ്ട്. ഇപ്പൊ ചെക്കന്മാർക്ക് എന്താ ഇത്ര പ്രശ്നം? ഇങ്ങനെ ഉഴപ്പി നടക്കാം, ബാക്ക് ബെഞ്ചേഴ്സ് ആയാലും പ്രശ്നമില്ല, പിന്നെ കല്യാണം കഴിച്ച് ഇഷ്ടത്തിന് ജീവിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ശരിക്കും എന്ത് ഒരു പ്രശ്നം? ബേസിക്കലി അതൊരു ഏജ് ഗ്രൂപ്പിന്റെയും ഈ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല, ചിലർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് ഓർമ്മയിരിക്കില്ല, ചിലർ അവർ ശ്രദ്ധകൾ പലതരം പല ടേസ്റ്റ് ആയിരിക്കും. അപ്പം പല പ്രശ്നങ്ങളുള്ളവർ ഒരേ ഗ്രൂപ്പിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഇഷ്ടത്തിനോട്ട് ഇവർ മാറിപ്പോയി അവരൊരു ക്രിക്കറ്റ് കളിയിൽ, സിനിമ കാണൽ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റിലോട്ട് അവർ പോയി. അപ്പൊ ഇവരുടെ പഠിത്തം കുറച്ചൊന്ന് കുറയുമ്പോൾ പാരൻസ് ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതാണ് ശരിക്കും ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സിനിമയിൽ നമ്മൾ ഇവരൊരു 25 വയസ്സ് കഴിയുമ്പോഴായിരിക്കും ശരിക്കും ഇവർ തിരിച്ചറിയുന്ന ഒരു ഉഴപ്പിയതിന്റെ ബുദ്ധിമുട്ടൊക്കെ, കൃത്യമായ ഒരു പ്രൊഫഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല, എന്തിനാ പഠിക്കണമെന്ന് പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ വരും. അപ്പൊ അത് സിനിമയിൽ ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാര്യം ആ ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷമായി ചിലപ്പോൾ ആളുകൾ ഇരിക്കും. ആ ഒരു 25 മുതൽ ഒരു 30 വയസ്സിലൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു കാലഘട്ടം. അത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സിനിമയ്ക്കകത്ത് പറ്റില്ല. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലല്ലോ ആ ലൈഫിൽ, ഒരു ടേണിംഗ് പോയിന്റ്, ട്വിസ്റ്റ് ഒന്നുമില്ല. അപ്പൊ അതൊരു സിനിമയ്ക്ക് പറ്റിയൊരു കണ്ടന്റ് അല്ല. എപ്പോഴും നമ്മളൊരു റീലിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ രാവിലെ എണീക്കുന്നു, ലേറ്റ് ആയിട്ട് എണീക്കുന്നു, താമസിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കറങ്ങുന്നു, ഇതെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ഒരു കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ സിനിമ മൊത്തം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസും ഈ പറഞ്ഞ ഒരു 6 പാരന്റ്സ് മക്കളുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ 6 അച്ഛന്മാരും അവരുടെ മക്കളും തമ്മിലുള്ള റിലേഷൻ ഈ പടം. ഈ 6 പേരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലെ ഒരു വീട്ടിൽ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കും. ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ ആർക്കാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന ആർക്കും ഈ 6-ൽ ഒരാൾ എന്റെ അച്ഛനാണ്, ഈ 6-ൽ ഒരാൾ ഞാനാണെന്ന് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ എല്ലാ ഏരിയയും പറഞ്ഞ പോലെ ഈ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ ഏരിയയും നമ്മൾ തൊട്ടിട്ടുണ്ട്.
പഴയ ഡയലോഗ്സ്, ഈ അച്ഛന്മാർ നമ്മൾ സ്ഥിരം വീട്ടിൽ പറഞ്ഞ ഡയലോഗ്സ്, Okay. ഇതൊക്കെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ തിരിച്ച് മറുപടി അതെങ്ങനെയാണ് വന്നത് നമ്മൾ ജയിൽ യൂസ് ചെയ്ത അതേ സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു വേറൊരു രീതിയിൽ ഒരു സർക്കാസ്റ്റിക്കലി പറയുന്ന ഒരു കഥയായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് എപ്പോഴും ഈ വാഴ എന്നുള്ള വിളിക്കുന്നത് കളിയാക്കി വിളിക്കുന്നുണ്ടെങ്കിലും അതിനൊരു മീനിങ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സിനിമ ആയിരിക്കും ചിലപ്പോൾ. ഈ 5 വർഷം ഇത് വെറുതെ ഇരിക്കുന്നതിൽ ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ഐഡിയ, ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈഫിലുണ്ടാകുന്ന ഒരു പാഷനൊക്കെ ചിലപ്പോൾ വേറെ രീതിയിൽ അവരെ ഡ്രൈവ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ സ്കൂളിലെ ആ ഒരു ഉഴപ്പും ബഹളങ്ങളല്ല, പിന്നെ അങ്ങോട്ട് അല്ല, ഇവര് ജനിച്ച് 27-28 വയസ്സ് വരെ സിനിമയിലുണ്ട്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ എല്ലാവർക്കും പല കാലഘട്ടങ്ങളും പല ഗെറ്റപ്പ് ഉണ്ട്. ഇപ്പം ആസിഫിക്കൊക്കെ പോസ്റ്റർ കണ്ടതിനേക്കാൾ വയസ്സായ ലുക്കും ഉണ്ട്, കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ലുക്കുണ്ട്. അപ്പൊ ഇവർക്ക് കുട്ടികൾ ജനിക്കുന്ന മുതലാണ് സിനിമ തുടങ്ങുന്നത്. അപ്പം ആ പല കാലഘട്ടങ്ങൾ പോകുന്നതിന്റെ എല്ലാ ഭംഗിയും നമുക്ക് കാണാൻ പറ്റും. പൊതുവെ ഇപ്പൊ ഇതിൽ നിറയെ കുട്ടികളുണ്ട്, അവരെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞപ്പോ തന്ത വൈബ് എന്നാ പറയാം. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ പെടുമ്പോഴേ എന്ത് വൈബായിരുന്നു? അല്ല, ഇതില് ഞങ്ങൾ അവരെ അങ്ങനെ ശല്യപ്പെടുത്താൻ പോകാറില്ല. കാണുമ്പോൾ ഒരു ശരി ഹായ് എന്ന് പറഞ്ഞിട്ട് അവരായിരിക്കും നസീർക്കയുടെ മകനായിട്ട് അഭിനയിച്ച അമിത് എന്നാണ്. അപ്പം അവൻ ഇവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ എപ്പോഴും വഴക്കില്ലെങ്കിൽ അവന് പേടിയുള്ള ഒരു അച്ഛനായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഷൂട്ടിംഗ് തീരുന്ന ദിവസം വരെ നസീർക്ക് അവനോട് മിണ്ടിയിട്ടില്ല. അപ്പൊ അവന്റെ പേടി വെച്ച് ഞാൻ അഭിനയിക്കുന്നത് ശരിയാവാത്തോണ്ടാണോ, എന്നെ ഇഷ്ടമില്ലാത്തോണ്ടാണ് അവന്റെ വിചാരം. പക്ഷെ ശരിക്കും പുള്ളിക്കാരൻ ക്യാരക്ടർ പിടിച്ചിട്ട് ഇവനായിട്ട് ഒരു ഐസ് ബ്രേക്ക് നടത്തി കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ പ്രതിഫലിക്കുന്ന വെച്ചിട്ട് പുള്ളിക്കാരൻ അവനെ കാണുമ്പോൾ മാത്രം ദേഷ്യത്തിലേക്ക് നടക്കും. അവൻ ബാക്കിയുള്ളവരോട് സംസാരിക്കും, അവനോട് സംസാരിക്കില്ല. ശരിക്കും അച്ഛനും മകനും പോലെ ആയി ഇവര്. പിന്നെ ട്രെയിനിൽ വന്നിരിക്കുമ്പോൾ അവന് ഭയങ്കര പേടിയാണ് സംസാരിക്കാൻ. ഡയലോഗ് പറയാനൊക്കെ ഇച്ചിരി പേടിക്കുന്നത്, തെറ്റിയ നസീർക്ക് വഴക്ക് പറയോ എന്നുള്ള ബോഡിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചൊക്കെ എല്ലാരും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ സിംഗ് ഇച്ചിരി കുറവായിരിക്കും അവർക്ക് അവരുടെ അടുത്ത്. അവര് നല്ല സിംഗ്, അച്ഛന്മാർ ഒരു സിംഗ് ആയിരുന്നു. നമ്മൾ സംസാരിക്കാൻ കാരണം അവർ സംസാരിക്കുന്ന മുഴുവൻ ഇവിടെ 2.7 CR ക്രോസ് ചെയ്താ എന്നൊക്കെ എന്തൊക്കെയാ സംസാരിക്കും. അപ്പൊ ഞാൻ സംഭവം ഞാൻ പറഞ്ഞു അവര് രണ്ടുപേരും പുറയില്ല. ഞങ്ങളിങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞു അത് മൈൻഡ് ചെയ്യണ്ട, അവര് വേറെ ലോകത്തിൽ സംസാരിക്കും. ഈ ജഗദീഷിനൊക്കെ തോന്നിയിട്ടുണ്ടോ ഒരു തന്തവൈബായി പോയി അവരായിട്ട് സിംഗ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറില്ല. കാരണം വെച്ചാൽ ഈസിയാണ് ഈ ഇവരുമായിട്ട്, ഈ കുട്ടികളുമായിട്ടൊക്കെ നമ്മള് കുട്ടികളുടെ നോളജ് നമ്മളെക്കാളും കൂടുതലാണ് പലപ്പോഴും. ഇപ്പൊ എന്റെ പേരെ കുട്ടികൾ ഈ കാഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ കാറുകളെ കുറിച്ച്, അത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു 10 ഇരട്ടിയോ അല്ലെങ്കിൽ 20 ഇരട്ടിയോ കാര്യങ്ങൾ അവർക്കറിയാം. അത് കൊച്ചുകുട്ടികളാണ്, അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാലത്തിന്റെ മാറ്റം കുട്ടികളുടെ താല്പര്യത്തിൽ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, നമ്മളെ സ്വയം അപ്ഡേറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. ഈ കുട്ടികൾ സംസാരിക്കാൻ നേരത്ത് ഇപ്പോഴും ഇതൊക്കെയാണോ സംസാരിക്കുന്നത് എന്നല്ല, അവര് കാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന നമുക്കെന്ത് പ്രശ്നം, അവരത് മനസ്സിലായിക്കോട്ടെ. അവര് ചിലപ്പോൾ ആദ്യം കാറുകളെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക, പിന്നീട് എയ്റോപ്ലെയിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. അങ്ങനെയല്ല, അവര് വളരട്ടെ, അവരുടേതായിട്ടുള്ള ലോകം അവർ കണ്ടെത്തും. പണ്ട് എങ്ങനെയാണ്, രക്ഷകർത്താവാണെന്നുണ്ടെങ്കിൽ നീ മെഡിസിന് പോയാൽ മതി, നീ അഡ്വക്കേറ്റ് ആയാൽ മതി എന്ന് അച്ഛൻ ആജ്ഞാപിക്കുന്നതാണ്. ഇന്ന് കുട്ടികൾ നെറ്റിലിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് അവർ തീരുമാനിക്കും. അതെവിടെയാണ് ലോകത്ത് ഏറ്റവും നല്ലതെന്ന് അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയാം, അച്ഛാ ഇന്ന സ്ഥലത്താണ് ഏറ്റവും നല്ല കോച്ചിങ് ഉള്ളത്, ഏറ്റവും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും സ്കോപ്പ് ഉള്ള സബ്ജക്ട്. അപ്പൊ എന്റെ അഭിപ്രായം, ഈ സിനിമയിൽ ഇവര് ഉദ്ദേശിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാണ്, സാധാരണ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കൗൺസിലിങ്ങിന് ഇപ്പൊ അധ്യാപകനോ അധ്യാപികയോ ഉണ്ട്. ഒരു കുട്ടിക്ക് പ്രശ്നം വന്നാൽ, മാനസികമായിട്ടുള്ള പ്രശ്നം വന്നാൽ, ആ അധ്യാപകൻ വന്ന് ഡിസ്കസ് ചെയ്യും എന്താണ് കുട്ടിയുടെ പ്രശ്നം. ഞാൻ പറയുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രക്ഷകർത്താക്കൾക്കും ഒരു കൗൺസിലിംഗ് വേണം. കാരണം ഈ അധ്യാപക രക്ഷകർത്തൃ മീറ്റിംഗില് ഒരുപാട് വിഷയങ്ങൾ രക്ഷകർത്താക്കൾ ഉന്നയിക്കാറുണ്ട്. പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടുള്ള ഡിസ്കഷനിലേക്ക് ഒതുങ്ങാറുണ്ട്. അത് പാടില്ല. രക്ഷകർത്താക്കളുടെ പ്രശ്നം എന്താണെന്ന് കൂടെ കൗൺസിൽ ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. കാരണം രക്ഷകർത്താക്കൾക്കും പ്രശ്നങ്ങളുണ്ട്, വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമായിരിക്കും. ചില അധ്യാപകർ ചിലപ്പോൾ വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നില്ലായിരിക്കാം, അതൊക്കെ ഉണ്ട്. പക്ഷെ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇപ്പം അസീസ്, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഹ്യൂമർ വഴങ്ങുന്നവർക്ക് എന്തും വഴങ്ങും എന്ന് പണ്ട് തൊട്ടേ എല്ലാവരും പറയും. അതിന്റെ തെളിവുകളാണ് ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്ന 3 പേരും. അപ്പൊ നിങ്ങളുടെ ഇപ്പം ഇതുവരെ കണ്ട സിനിമ, നല്ല കഥാപാത്രങ്ങൾ കണ്ടു കഴിഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു കഥാപാത്രം ആകാൻ എന്താ ചെയ്യുന്നത്? ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ലാതെ ഒരു പ്രിപ്പറേഷൻ നടക്കാറുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പക്ഷെ അവിടെ
കുറഞ്ഞതൊരു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാറുണ്ട്. കാരണം വരുന്ന ഫസ്റ്റ് ദിവസം ഡയലോഗ് കിട്ടുന്നത് എന്ന്. കാരണം അവിടെ എനിക്ക് സിങ്കായ ഭയങ്കര ഞാൻ സിനിമ വന്ന കാലം തൊട്ട് കഴിഞ്ഞ 25 കൊല്ലം ആഗ്രഹിച്ച് ഒരു ഡയലോഗ് ഫസ്റ്റ് ദിവസം ഇത് മമ്മൂട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം സീരിയസ് ആയിട്ടൊന്നും ചെയ്യില്ല, 2 ദിവസം പേടിയാ എന്താണ് സംഭവം നമ്മളെ പിടിച്ചു നോക്കും. ആ ക്യാരക്ടർ അതാണോ ആറ്റിറ്റ്യൂഡിൽ പിടിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് ഇപ്പം ബിബിൻ തന്നെ ജയിൽ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞ ഒരു കല്യാണം ഷൂട്ട് കയറി. അപ്പൊ ഞാൻ വന്നിട്ട് ഇങ്ങനെ നെളിഞ്ഞിരുന്നു ഇപ്പോൾ ഇങ്ങനെ ബാക്കിൽ കയറ്റൊക്കെ. പിന്നെ ബിബിൻ പറഞ്ഞു അങ്ങനെ പിടിച്ചാലേ ഞാൻ ഫുള്ള് മറ്റേ ആ ചേട്ടൻ്റെ ഒരു സാധനം അവര് അത് അങ്ങനെ കിട്ടുന്നതാണ് ഭയം. ഫസ്റ്റ് ഒരു ഭയം തന്നെയാണ് നമുക്ക് ആ ക്യാരക്ടറായിട്ടൊന്ന് വരാൻ ഒരു ദിവസമെങ്കിലും കുറഞ്ഞത്. ആ സെറ്റിലൊന്ന് വന്ന് ഓക്കെ ആയി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ജയജില സീന് 3 രീതിയിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സീൻ ഇതെങ്ങോട്ട് പോകും, ഏത് വീട്ടിൽ പോകും അറിയാൻ ആദ്യ സീന് 3 രീതിയിൽ 3 ലെവലിൽ അസീസൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് പിന്നെ ഫിക്സ് ചെയ്യാം, പിന്നെ വരുന്ന ക്യാരക്ടർ പോകുന്ന രീതിയിൽ വെച്ചിട്ട് വെട്ടി വീണാല് അതിൽ ഏതാണ് പിന്നെ ഫിക്സ് ചെയ്യാൻ നോക്കി. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ നമ്മുടെ വീട് മൊത്തം അടിച്ചു പൊളിച്ചതിന് ശേഷം വന്ന് ഉപദേശിക്കാൻ വരുന്ന സീനില്ലേ, അപ്പൊ അത് അവിടെ നമുക്ക് 3 രീതിയിൽ ചെയ്തു. ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തു, ഇച്ചിരി കോമഡി ആയിട്ട് ചെയ്തു, ഭയങ്കര കോമഡി ആയിട്ട് ചെയ്തു. ഇതിൽ ഏതാണ് നമ്മൾ പിന്നെ ഫിക്സ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ. പിന്നെ നസീറിനെ സംബന്ധിച്ചിടത്തോളം റോഷാക്കിന് ശേഷം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. സിനിമയുടെ നമ്പർ അല്ല ആലോചിക്കുന്നത്, ചെറിയ റോളുകൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിക്കുന്നത്. അപ്പൊ ഇത് ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഹൈ എന്തായിരുന്നു? ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമ പ്രേക്ഷകരെ പോലെ തന്നെ നമ്മൾ ഞാനൊക്കെ വെയിറ്റിംഗ് എന്ന് കാണാൻ വേണ്ടി ഇത് മൊത്തത്തിൽ സിനിമ കണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവര് മിമിക്രി ചെയ്യുന്ന അല്ലെങ്കിൽ തമാശ പറയുന്ന ആൾക്കാരെന്നുള്ള ഒരു മൂടി നിന്നാണല്ലോ ഇവർ വരുന്നത്. അപ്പം അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ, അത് നമ്മളിതിൽ ഇത് ശരിക്കും അതിനുള്ള ഒരു റിപ്ലൈ ആയിരിക്കും ഈ സിനിമ. ഇവരെല്ലാം നമ്മളെ ആ റേഞ്ചിൽ നമ്മൾ പെർഫോം ചെയ്യിപ്പിച്ച് ഞങ്ങളെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ എന്തായാലും ഉറപ്പായിട്ടും ഞെട്ടിക്കും. ഈ മിമിക്രി ചെയ്യാന്നുള്ളതേ ഇപ്പൊ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കുറച്ച് എളുപ്പമാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കഴിവുള്ളത് പിന്നെ ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പം അതായത് ഇതിന്റെ ഒരു നമുക്ക് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ തലേദിവസം വിളിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ കയറുന്നത്. അവിടെ ചെന്ന് അന്ന് പറഞ്ഞു തരും. ഇപ്പൊ എന്താണ് ഏതാണെന്ന് അറിയാണ്ടുള്ള ഒരു അഭിനയമായിരിക്കും. ഇപ്പൊ അതിന് വ്യക്തമായിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള പറഞ്ഞു തരും. പിന്നെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ള അഭിനയം ഉണ്ടല്ലോ സ്ഥിരമായിട്ട്, അത് ആദ്യം എടുത്ത് പുറത്തിടും. അപ്പൊ തന്നെ ആനന്ദ ബിബിനും പറയും അത് വേണ്ട, പിന്നെ അവരുടെ ഇതിലേക്ക് നമ്മൾ മാറും. അപ്പൊ കറക്റ്റ് ക്യാരക്ടറിലേക്ക് നമ്മൾ ആ സമയത്ത് വന്ന് വീഴും. പിന്നെ ജഗദീഷേനെ സംബന്ധിച്ച് ഭയങ്കര രസകരമായ ഒരു സ്റ്റേജിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം തൊട്ട് ഇപ്പൊ ബിബിന്റെ കൂടെ വീണ്ടും അസോസിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. ജഗദീഷേന് ഇപ്പൊ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, ഞാൻ പ്രോജക്റ്റ് ആണ് നോക്കുന്നത്. ആ പ്രോജക്റ്റ് ഒന്നിപ്പം ബിബിന്റെ പ്രോജക്റ്റിൽ ഉണ്ടാവണം എന്നുള്ള എന്റെ ആഗ്രഹമാണ് ബിബിനെക്കാളും. ഞാൻ യഥാർത്ഥത്തിൽ ഈ ജെ ഹേ കണ്ടിട്ട് ബിബിനെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്താണ് നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. അപ്പൊ പിന്നെ ഞാൻ വിളിക്കുമ്പോ എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് എന്റെ ആഗ്രഹം ഞാൻ ഇങ്ങോട്ട് അത് ബുദ്ധിയുള്ള ആളെന്നല്ലേ പുള്ളിക്ക് മനസ്സിലാവും. അപ്പൊ പുള്ളിക്ക് അല്ല, ഗുരുവായൂർ എനിക്ക് ജഗദീഷനെ കൊണ്ടാണ് ഉപയോഗം. കാര്യം ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞാൻ ജഗദീഷന്റെ വീട്ടിൽ പോയിരുന്നു. എന്റെ ക്ലൈമാക്സ് ഗോഡ് ഫാദറിന്റെ പോലത്തെ പറഞ്ഞല്ലോ, കുറച്ച് ഓട്ടം മാല പിടിച്ചെറിയുന്ന സാധനം. അത് അവരെങ്ങനെയാണ് ഷൂട്ട് ചെയ്തെന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ജഗദീഷാണ് ഞാൻ യൂസ് ചെയ്യുന്നു. പോയി വീട്ടിൽ പോയിരുന്നു, ചേട്ടനോട് സംസാരിച്ച് അതെങ്ങനെ ഷൂട്ട് ചെയ്ത്, എത്ര ദിവസം ഷൂട്ട് ചെയ്ത്, എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത്, അതിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ജഗദീഷേട്ടനായിരുന്നു. അപ്പൊ എനിക്ക് ഷൂട്ടിന്റെ ക്ലൈമാക്സ് ടൈമിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സീനൊക്കെ ജഗദീഷേട്ടനെ കൊണ്ട് കാണിക്കും, ആരെ കാണിച്ചില്ല. കാര്യം ജഗദീഷേട്ടന് ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നുള്ളൂ. അപ്പം പുള്ളി അത് കൊള്ളാം, ഇതൊക്കെയാണ് എന്നൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് നോക്കിയിട്ടെങ്കിലും പറയുന്നൊരു അങ്ങനത്തെ സിനിമകൾ ഒരുപാട് അഭിനയിച്ച ഒരാളായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ എല്ലാം പുതിയ ആൾക്കാരാണ്. ഇപ്പൊ ജോമോൻ, എഫ് സി ജൂസണ്ണി, ബേസില് രാജു, എല്ലാരും ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യം ടേസ്റ്റ് ചെയ്യില്ല. ഞാനും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നേടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സീനിയേഴ്സ് രണ്ടുപേരും ബൈച്ചേട്ടൻ ജഗദീഷേട്ടൻ. അപ്പം ജഗദീഷേട്ടൻ നമ്മൾ നേരത്തെ പോയി കണ്ട് സംസാരിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് ഗുരുവായൂർ അമ്പല നടയില് വിപിൻ കഥ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതിൽ 3 അച്ഛന്മാരുണ്ട്. കഥ മുഴുവൻ പറഞ്ഞിട്ട് ഇതിൽ ഏത് അച്ഛൻ വേണം എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചോയ്സ് ഇല്ല, ഞാൻ ഏത് അച്ഛൻ ചെയ്താലായിരിക്കും ഏറ്റവും നല്ലതെന്ന് ആണ് വിപിന് തോന്നുന്നത്, അത് പൃഥ്വിരാജിന്റെ അച്ഛൻ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു അത് മതി, അത് ഫിക്സ് ചെയ്യുക, അല്ലാതെ എന്റെ ചോയ്സിന് അവിടെ ഒരു പ്രസക്തി ഇല്ല. രാജുവിനോട് ലാസ്റ്റ് ക്ലൈമാക്സിലൂടെ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, അപ്പൊ അത്രയും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പഞ്ചില്
രാജുവിന്റെ മുഖത്ത് നോക്കിയില്ലെങ്കിൽ തിരിച്ചടിച്ചു പറയണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ ഒരാൾ വേണം, സീനിയർ തന്നെ വേണം എന്നുള്ളതാണ് ഞാൻ ജഗദീഷ് തന്നെ. അതേപോലെ ഷെമിൻ ചൂസ് ചെയ്യുന്നതിന്റെ കാര്യം ചോദിച്ചില്ലേ, ചൂസ് ചെയ്തതൊന്നല്ല. വിപിൻ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വാഴയിൽ ചേട്ടാ ഒരു ചെറിയ വേഷമുണ്ട്, പക്ഷെ നല്ല വേഷമാണ്, ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും, ചേട്ടൻ ആലോചിച്ച് അഭിപ്രായം പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നില്ല, ഞാൻ റെഡിയാണ്, എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല, ഞാൻ റെഡിയാണ്, അങ്ങനെയാണ് പറഞ്ഞത്. വേറെ കഥയൊന്നും കേട്ടിട്ടില്ല, കഥയൊന്നും കേട്ടിട്ടില്ല. അതൊക്കെ ഒരു വിശ്വാസമാണ്. കാരണം ഇവര് ആ സിനിമയ്ക്ക് വേണ്ടി പാഷനുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അത് എപ്പോഴെന്നല്ല, ഇവരുടെ ടീം മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ്. നല്ല സിനിമകളെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഇംഗ്ലീഷ് സിനിമ ആയിക്കോട്ടെ, കൊറിയൻ സിനിമ ആയിക്കോട്ടെ, ഇറാനിയൻ സിനിമ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അത് ശ്വസിച്ച് ഇങ്ങനെ നടക്കുന്നവരാണ്. ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് എന്തായിരുന്നാലും മോശം സിനിമകൾ വരില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. റെഡി എന്ന് പറഞ്ഞു. ബാക്കി കഥയൊക്കെ അറിയുന്നത് ഞാൻ ഈ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് വിപിനും ആനന്ദും കൂടെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത്. അതുവരെ ഞാൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല. ഇപ്പൊ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ കൈനീട്ടി സ്വീകരിച്ചാലും പിന്നെ OTT-ലേക്ക് വരുമ്പോൾ വേറൊരു തരം റീഡിംഗ് ഉണ്ടാവുന്നുണ്ടല്ലോ. അതിപ്പോ ഗുരുവായൂരമ്പലം നടയിലും ആ ഒരു സിനാരിയോനെ എങ്ങനെയാ കാണുന്നത്? അത് മൊബൈലിൽ കാണുന്ന ഫ്രസ്ട്രേഷൻ അല്ല, എനിക്ക് ഞാൻ അതിനെല്ലാം അന്ന് അത് കൃത്യമായിട്ട് പറയുന്നത്. നമ്മൾ ജെ എല്ലാ സ്ഥലത്തും ഡിസ്കഷൻ വരും എന്ന് പറഞ്ഞിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ നമ്മളൊരു പോപ്കോൺ സിനിമ തന്നെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഇത് ജെ റൂട്ടിലാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. ജെ പോയ റൂട്ടിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പം ഇത് സിനിമ തിയേറ്ററിലും ഡിസ്കസ് ചെയ്യും, എനിക്ക് ഉറപ്പാണത് OTT-ലും ഡിസ്കഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് നല്ല പെർഫോമൻസുകളുണ്ട് എല്ലാവരുടെയും, പിന്നെ അത്യാവശ്യം കോമഡി ഉണ്ട്. ഇതൊരു അവഞ്ചേഴ്സ് ആണ്. പഴയ മിമിക്രിക്കാര്, പിന്നെ സൂപ്പർ സീനിയർ ജഗദീഷ് ചേട്ടൻ, പഴയ മിമിക്രിക്കാര്, പണ്ട് കോമഡി പറഞ്ഞിരുന്നത് ജഗദീഷ് ചേട്ടൻ, പിന്നെ മിമിക്രിക്കാര്, പിന്നെ ബ്ലോഗ് എഴുതുന്നവര്, ക്രിയേറ്റീവ് കണ്ടന്റ്, പിന്നെ ഈ പറഞ്ഞ അങ്ങനെ പോവാണ് ആൾക്കാര്. അല്ല, ഇതിന്റെ പ്രകടമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയാം. ഈ ഗുരുവായൂർ അമ്പലനടയിൽ നർമ്മമുള്ള വിഷയം നർമ്മത്തിലൂടെ കൈകാര്യം ചെയ്യുന്നു. ജയ ഹേ ഗൗരവമായിട്ടുള്ള വിഷയം നർമ്മത്തിലൂടെ കൈകാര്യം ചെയ്യുന്നു. വാഴ ഗൗരവമുള്ള വിഷയം നർമ്മത്തിലൂടെ കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒരു ജോണറിൽ പെടുത്താം. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമുണ്ട് അല്ലെ. ഒരു കുറെ കുട്ടികൾ വരുമ്പോ പുതിയ ആൾക്കാരെക്കാൾ ഇവരെയൊക്കെ ഈ യങ്സ്റ്റേഴ്സിന് ഒരുപാട് കണക്ട് ചെയ്യാം, അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലെ. പിന്നെ പുതിയ തലമുറ നമ്മളറിയാൻ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ അറിയപ്പെടുന്നത് പോലെ അല്ലല്ലോ ഇപ്പൊ. അതെ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരും അറിയാത്ത വലിയ താരങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് തന്നെ ഇതിന്റെ ടീസർ വന്നപ്പോ അതിനിടയിൽ ഒരു 10,000 കമന്റ്സ് വന്നു. അപ്പൊ നമ്മളെ നോക്കുമല്ലോ, നമ്മുടെ പേരൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഒരു നോട്ടം ഉണ്ടാവുമല്ലോ. നോക്കിയപ്പോ അതിനകത്ത് ഫുൾ ഹാഷിർ എന്ന് പറഞ്ഞിട്ടാണ് നോബിച്ചേട്ടൻ പേര് മാറ്റാൻ പോയിരിക്കും. ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ആലോചിച്ചു. ഞാൻ അധികം സോഷ്യൽ മീഡിയ അങ്ങനെ അധികം യൂസ് ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് കുറെ പേരെ എനിക്ക് പരിചയം കുറവുണ്ട്. പിന്നെ നോക്കിയപ്പോഴാണ് എന്റെ കൂടെ അഭിനയിച്ചത്. പിന്നെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഇയാളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര സ്റ്റാറാന്നുള്ളത് നമ്മൾ അറിയണം. പക്ഷെ ഇക്കാക്ക് ടെൻഷനായി, ഇനി അസീസിന്റെ പേര് മാറ്റി ഇനി നസീർ മാറ്റിയിട്ട് ആഷിറായ അങ്ങനെ അല്ല, അവർക്കൊന്നും പേടിയൊന്നുമില്ല. നമുക്കുള്ള പേടിയൊന്നും അവർക്ക് തീരെയില്ല. ഞങ്ങള് അവരെ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുമ്പോൾ അവരുടെ ഗെയിം കളിച്ചോണ്ടിരിക്കണം. പിന്നെ നമ്മള് സ്ക്രിപ്റ്റ് അങ്ങോട്ടും ഇവര് മറ്റേ ഈ ഗെയിം ഉണ്ടല്ലോ, എന്ത് ഗെയിം അത്, ഫുട്ബോളൊക്കെ കളിക്കുന്നത്. അപ്പം എന്തായാലും ഭയങ്കര രസമുള്ള സബ്ജക്റ്റ് ആണ്. നമ്മൾ ട്രെയിലറൊന്നും നിങ്ങളോട് സംസാരിക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. അത് ആ രീതിയിൽ ആളുകൾ ഉൾക്കൊണ്ട് സിനിമ 2 എഴുതിയിട്ട് സ്വീകരിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.